ഇപ്പോൾ മിനിസ്റ്റർ വി ശിവൻകുട്ടി നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. മിനിസ്റ്റർ, നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. 3 പ്രസവങ്ങളായ യുവതി വീട്ടിൽ തന്നെയായിരുന്നു. 4ാമത്തെ പ്രസവത്തിനിടയിലാണ് ഈ ഒരു മരണം സംഭവിക്കുന്നത്. അങ്ങയുടെ പ്രതികരണം എങ്ങനെയാണ് ഈ വിഷയത്തിൽ? അതിനിടയായ സാഹചര്യത്തെ സംബന്ധിച്ചിടത്തോളം പിന്നെ ബന്ധപ്പെട്ട ആൾക്കാർ ഒരു അന്വേഷണം നടത്തിയല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ നിലയിലുള്ള മെഡിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും നമ്മുടെ നാട്ടിൽ ഇപ്പോ ഉണ്ട്. ഒരു ചെറിയ പനി വന്നാൽ പോലും ഓടി ഹോസ്പിറ്റലിൽ പോകാനുള്ള ചെറുതും വലുതുമായിട്ടുള്ള ഗവൺമെന്റ് ആശുപത്രികളും വളരെ അംഗീകാരമുള്ള സ്വകാര്യ ആശുപത്രികളും. ഇത് ഇവിടെ നമുക്ക് ആശുപത്രികൾ ഇല്ലാത്തതിന്റെയോ ആരോഗ്യ പ്രവർത്തകർ ഇടപെടാത്തതിന്റെയോ അല്ല പ്രശ്നം എന്ന് പറയുന്നത്. അതായത് ഇയാൾ നിരന്തരം ഇങ്ങനെ വീട്ടിൽ തന്നെ ചികിത്സയൊക്കെ നടത്തി ആശുപത്രിയിലേക്ക് പോകാൻ ഭാര്യയെയും മക്കളെയും വിടാതെ ആ രീതി പിന്തുടരുന്ന ഒരു മനുഷ്യനാണെന്നാണ് പറയുന്നത്. മറ്റാരും ഇടപെട്ടാലൊക്കെ ആ തരത്തിൽ അവരെ വഴക്ക് പറയുക, അവരോട് ചീത്ത പറയുക. അങ്ങനെ നമ്മുടെ ഈ കാലഘട്ടത്തിൽ പോലും അങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഒന്ന് രോഗം വന്നാൽ ചികിത്സിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ചില നിഷ്ഠകൾ വെച്ച് പുലർത്തുന്ന ധാരാളം ആൾക്കാർ നമ്മുടെ നാട്ടിൽ ഇന്നും ഉണ്ട്. അത് ഈ നമ്മുടെ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ സംബന്ധിച്ചിടത്തോളം, ശാസ്ത്രരംഗത്ത് വന്നിട്ടുള്ള പുരോഗതിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും അംഗീകരിക്കാൻ തയ്യാറാവാത്ത ആൾക്കാരാണ് ഈ പല ആചാരങ്ങളും ദുരാചാരങ്ങളും ഒക്കെ വച്ചു പുലർത്തി ഇത്തരം കാര്യങ്ങളിലേക്ക് നിലവിലെ പോകുന്നത്. അത് നമ്മുടെ സമൂഹം തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു കേസ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒരു വിഷയമാണ്. ഇതേപോലെ നിരവധി കേസുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ട്. പ്രാർത്ഥന കൊണ്ട് രോഗന്മാർ ചികിത്സിക്കാൻ വേണ്ടി പാടില്ല, അങ്ങനെയൊക്കെ ഉള്ള പല ദുരാചാരങ്ങളും ഒക്കെ തന്നെ വച്ചു പുലർത്തുന്നവർ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ട്. ഇതൊരു സാമൂഹ്യ പ്രശ്നമാണ്. ഇതൊരു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സമൂഹത്തിന്റെ ഒരു പ്രശ്നമല്ല. അത് പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ്. പൊതുസമൂഹത്തിന്റെ ബോധത്തിൽ വരേണ്ട മാറ്റമാണ്. അപ്പൊ അത് പൊതുസമൂഹം തന്നെ ഇക്കാര്യത്തിൽ ഇടപെട്ട് അവരെല്ലാം തിരുത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ പരിശ്രമം നടത്തേണ്ടതാണ്. അത് ഓരോരുത്തർ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങൾക്കോ അല്ലെങ്കിൽ അത്തരം ചിന്തകൾക്കൊന്നും എതിരല്ല ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷെ ഇവര് അതിനെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സാധാരണ ഒരു സ്ത്രീ ഗർഭിണിയാകുന്ന കാലഘട്ടം തൊട്ട് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമ്മുടെ ആരോഗ്യ പ്രവർത്തകരുടെ ഒരു നിരന്തരമായിട്ടുള്ള സേവനവും പിന്നീട് അതൊക്കെ ഇതിൽ ലഭിക്കുകയും അവർ കാര്യങ്ങൾ അന്വേഷിക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന രീതിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ ഈ ഒരു കാര്യം എപ്പോഴെങ്കിലും? ഇല്ല, അറിയില്ല. ഇന്നിപ്പോ പത്രങ്ങളിലും നിങ്ങൾ മുഖാന്തരമൊക്കെ തന്നെ അറിഞ്ഞ കാര്യമാണുള്ളത്. കാരിക്കവണ്ടം നമ്മുടെ മണ്ഡലത്തിൽപ്പെട്ട ഒരു സ്ഥലമാണ്. പിന്നെ ഇതൊന്നും പലപ്പോഴും ഒരു കെടുതി ഉണ്ടാകുന്ന അവസരത്തിലാണല്ലോ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ജനങ്ങൾ അറിയുന്നത്. അവർ വളരെ രഹസ്യമായിട്ട് വെച്ചിട്ടായിരിക്കുമല്ലോ ഇത്തരം അവരുടെ ആചാരപ്രകാരവും അവരുടെ അന്ധവിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീടുകളിൽ ചെന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിന് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്യുന്ന എല്ലാ സംവിധാനവും നമ്മുടെ നാട്ടിൽ ഉണ്ട്. ആ സംവിധാനങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്യില്ല. അതാണ് മറ്റൊരു പ്രശ്നം വെച്ചാൽ അവർ അംഗീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായില്ല. അവരുടെ വിശ്വാസ പ്രമാണത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവർ മുന്നോട്ട് തന്നെ പോവുകയാണ്. അതാണ് മറ്റൊരു പ്രശ്നം. ഇതില് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ള ചില സംഭവങ്ങളിൽ പോലീസ് കർശന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ദുർബന്ധവാദം, അനാചാരങ്ങൾ, അതുപോലെ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ധാരാളം നമ്മുടെ നാട്ടിൽ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസും സമൂഹവും ഒരു ശക്തമായ നിലപാട് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുറേയൊക്കെ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ട്. ശരി, മിനിസ്റ്ററാണ് ഇപ്പോൾ പ്രതികരിച്ചത്.